പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. ഏറെ സന്തോഷത്തോടെയാണ് കാര്യപരിപാടികളിലേക്ക് കടക്കുന്നത്. മലയാള സിനിമയ്ക്ക് നല്ല കാലം വരികയാണ്. ആ വ്യവസായത്തിന് ഇപ്പോഴൊരു നാഥനുണ്ട്. എന്താണ് I wish you all the best. കണ്ടില്ലേ, മലയാള സിനിമയുടെ സംരക്ഷണം കേരളത്തിലെ ഏറ്റവും കരുത്തനായ ആൾ തന്നെ ഏറ്റെടുത്തിരിക്കുന്നു. ഇനിയൊന്ന് കാണണമല്ലോ ഗുണ്ടകൾ നുഴഞ്ഞു കയറുന്നത്. സിനിമയെ പറ്റി യാതൊരു തരത്തിലുള്ള ആശങ്കയും ഉണ്ടാകേണ്ടതില്ല. കേരളത്തിന്റെ സിനിമാ ലോകത്തെക്കുറിച്ചും ആശങ്കയുണ്ടാകേണ്ടതായിട്ട് ഒരു തരത്തിലുള്ള അധോലോകത്തിനും സ്വാധീനിക്കാൻ കഴിയുന്ന ഒന്നല്ല കേരളത്തിന്റെ സിനിമാ രംഗം. കാരണം അത് എല്ലാ അർത്ഥത്തിലും ജനകീയമാണ്, ജനങ്ങളുമായി അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. മനസ്സിലായില്ലേ? ജനകീയമാണ് എന്ന് പറഞ്ഞാൽ, ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ CPM-ഉമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അതാണല്ലോ ജനങ്ങളുടെ പാർട്ടി. അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നേരാവണ്ണം ചെയ്യാറുള്ളത്. സാധാരണഗതിയിൽ സൂക്ഷ്മമായ നിരീക്ഷണത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് സിനിമാ രംഗത്തേക്ക് ആളുകളെ PTA പോലുള്ള സംവിധായകരും മറ്റും റിക്രൂട്ട് ചെയ്യുന്നത്. PT ആര് എന്ന് മനസ്സിലായില്ലേ? സാക്ഷാൽ PT കുഞ്ഞുമുഹമ്മദ്. സിനിമാ നിർമ്മാണത്തിന് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിൽ മാത്രമല്ല, സിനിമ സംവിധാനം ചെയ്യുന്നതിലും ഇതേ സൂക്ഷ്മത PT കാണിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയും ഇന്നോളം കേരളത്തിൽ ഒരു ചെറുപ്പക്കാരനെയും വഴിതെറ്റിച്ചിട്ടില്ല. കാരണം ചെറുപ്പക്കാർ ആ വഴി പോകാറില്ല. അതുപോട്ടെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ അടുത്ത നാളിൽ ഉയർന്നു വന്ന സംഭവത്തിൽ വലിയ തോതിൽ പരാമർശിക്കപ്പെട്ട ഡ്രൈവർ നമ്മുടെ നാട്ടിൽ ഡ്രൈവറായി ജോലിയെടുക്കുന്ന ധാരാളം ആളുകളുണ്ട്. പൊതുവെ നല്ലവരാണ് ഡ്രൈവർമാരായി ജോലിയെടുക്കുന്നവരല്ല. പക്ഷേ അധോലോകത്തെ വെല്ലുന്ന മാനസികാവസ്ഥയോടുകൂടിയുള്ള ഒരാൾ ഡ്രൈവിംഗ് അറിയാമെന്നതിൻ്റെ മേലെ മറ്റു ചില ഗൂഢോദ്ദേശങ്ങളോടെ സിനിമയുമായി ഒത്തുചേരാൻ നിൽക്കുക. പലതായിരിക്കാം ഉദ്ദേശം. അത്തരം ആളുകളെ സിനിമയോട് അടുപ്പിച്ച് നിർത്തുമ്പോൾ ഉത്തരവാദപ്പെട്ടവർ സൂക്ഷ്മമായ പരിശോധന നടത്താൻ തയ്യാറാണ്. അത് വേണം. അതുതന്നെയാണ്
സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഗുണ്ടാളെന്ന് തന്നെ പറയാം, അങ്ങനത്തെ ഉള്ള ആൾക്കാരാണ്. ഇതിനു മുമ്പ് ഒരു അനുഭവം എനിക്കും എൻ്റെ കുടുംബത്തിനും പേഴ്സണലായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനത് മിനിഞ്ഞാന്ന് ജോണി സാഗരിക എന്നെ വിളിച്ച് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതേ പ്രതിയാണ് അന്നത്തെയും ആളെന്നുള്ളത്. പക്ഷെ അന്ന് നമുക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല. അത് വളരെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല. പക്ഷെ ഞാൻ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് ആ കംപ്ലൈൻറ്റിന് ഒരു മറുപടി പോലും തരാത്ത പോലീസുകാരാണ് അന്ന് അവിടെ ഉണ്ടായിരുന്നത്. 3 പ്രാവശ്യം ഞാൻ ആ സ്റ്റേഷനിൽ വിളിച്ചു ചോദിച്ചു. എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ 3 പ്രാവശ്യം ഞാൻ വിളിച്ചു ചോദിച്ചു, ഇതെന്താ ഈ കാര്യം എന്ന്. ഒരു മറുപടിയുമില്ല. എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇത് ആൾ ഒളിവിൽ പോയിരിക്കുകയാണെന്നാണ്. ഒളിവിൽ പോയ ആൾ 5 കൊല്ലം കഴിഞ്ഞ് ഇപ്പോൾ ഒരു ഭീമാകാരനായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ അയാളെ അന്ന് ഇത് പിടിച്ചിരുന്നെങ്കിൽ, അന്ന് ഇതിനൊരു തടയിട്ടിരുന്നെങ്കിൽ ഇന്ന് ഈ സംഭവം ഉണ്ടാവില്ലായിരുന്നു. 5 കൊല്ലം മുമ്പ് എന്ന് ഒഴുക്കൻ മട്ടിൽ പറയുമ്പോൾ കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്താണോ അതോ അതിനു മുമ്പുള്ള LDF സർക്കാരിൻ്റെ അവസാന കാലത്താണോ എന്ന് വ്യക്തമല്ല. അതിനാൽ ഇനി എന്തു വേണം എന്ന് നോക്കാം. ഈ അടുത്ത ദിവസങ്ങളിൽ ഉയർന്നു വന്ന പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത്തരമൊരു കരുതലെങ്കിലും ഉണ്ടാവണം എന്നാണ് എനിക്ക് പൊതുവിൽ സിനിമാ ലോകത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇങ്ങനെ ഒരു കരുതൽ എന്നാൽ PT കുഞ്ഞുമുഹമ്മദ് എടുക്കുന്ന തരത്തിലുള്ള കരുതൽ. അങ്ങനെയാവുമ്പോൾ ആർക്കും സിനിമാ ലോകത്തേക്ക് നുഴഞ്ഞു കയറാനാവില്ല. അധോലോക ബന്ധത്തിനായി ഏതെങ്കിലും അധോലോകവുമായി ബന്ധപ്പെടുന്നവർ ഈ സിനിമാ രംഗത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടി വല്ല ശ്രമവും നടത്തിയാൽ അതിനെ ശക്തമായി നേരിടുന്നതിന് സിനിമാ ലോകത്തോടൊപ്പം സർക്കാർ ഉണ്ടാകും എന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഇനി ഏതെങ്കിലും ഒരു അധോലോകവാസി സിനിമാ ലോകത്തേക്ക് നുഴഞ്ഞു കയറിയാൽ അപ്പോൾ കാണാം കളി. ഇപ്പോൾ കളിയില്ല. ഒരു ഇടവേള.